മാതൃഭൂമി ന്യൂസ് പങ്കുവച്ച ഒരു രസകരമായ വാർത്തയുണ്ട്. തൃശ്ശൂർ പാലസ് റോഡിലെ ഒരു ഹോട്ടൽ ഉടമയും കുറച്ച് ആമകളും തമ്മിലുള്ള, മറ്റ് പലരും പൂച്ചകളുമായിട്ടൊക്കെയുള്ള സൗഹൃദം നമ്മൾ കണ്ടിട്ടുണ്ട്, ആമകളുമായിട്ടുള്ള സൗഹൃദം, അപൂർവമായ സൗഹൃദം. അത് ലിഷോയ് റിപ്പോർട്ട് ചെയ്ത വാർത്തയത്. തൃശ്ശൂർ പാലസ് റോഡിലുള്ള ജവാൻ ഹോട്ടലിലാണ് ഞാനുള്ളത്. ഇവിടെ എത്തിയാൽ ഒരു കാഴ്ച കാണാം. വൈകുന്നേരങ്ങളിൽ എത്തിയാലേ കാഴ്ച കാണാൻ പറ്റൂ. സന്തോഷേട്ടാ, ഇതാരത് കുറെ വിരുന്നേരുണ്ടല്ലോ. എല്ലാ ദിവസവും വരും ആമകൾ. അവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കഴിച്ച് അവർ തിരിച്ചു പോവും. പിറ്റേന്ന് രാത്രി 8 മണിയോടുകൂടി തിരിച്ചു വരും. ഇന്നലെ 6 വന്നു. ഇവരെ ഇതനുസരിച്ച് വരെ വിശപ്പിനനുസരിച്ച് വരും. ഇത് ആദ്യം വന്നപ്പോൾ പേടിയുണ്ടായിരുന്നു ഇവർക്ക്. പക്ഷേ നമ്മൾ ഭക്ഷണം വെച്ച് ഞാൻ അതിനെ കൊടുക്കും കയ്യിൽ. ഞാൻ കൈ കൊണ്ട് കൊടുക്കാറില്ല ഭക്ഷണം. നമ്മൾ ആനയൂട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇതിപ്പോ ആമയൂട്ട്. ലിഷോയ്, ഇപ്പോഴും ആമകൾ വരുന്നുണ്ടോ? ഇദ്ദേഹം ഈ ജവാൻ ഹോട്ടലിന്റെ ഉടമയുമായിട്ട് സംസാരിക്കുമ്പോൾ ആമകളുടെ എണ്ണം കൂടിയോ? എന്താണ് അവസ്ഥ? ഇപ്പോഴും വരുന്നുണ്ട്. അത് ഈ ഒരു വാർത്ത ശരിക്കും അതൊരു വലിയൊരു അവിടെ ഒരു ശരിക്കും ഇപ്പോൾ ഈ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ ഓരോ ജീവികളെയൊക്കെ കാണാനായി ആളുകൾ പോകാറില്ലേ. നമ്മളുടെ ഈ വാർത്ത വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ജവാൻ ഹോട്ടലിലേക്ക് പോവുകയാണ്. അത് ഭക്ഷണം കഴിക്കാനല്ല, ആമ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് ഈ വാർത്തയൊക്കെ കഴിഞ്ഞ് ഒരു 1-1.5 മാസമൊക്കെ കഴിഞ്ഞ് ആ പാലസ് റോഡിലൂടെ രാത്രി പോയ സമയത്ത് ആ ഹോട്ടലിന് മുൻപിൽ ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഞാൻ അവിടെ അപ്പോൾ വണ്ടി നിർത്തിയപ്പോൾ സന്തോഷമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറയാം, ആമ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ വന്നവരാണെന്ന്. അപ്പോൾ ഒരു ആ ഒരു ഇത് പറഞ്ഞ പോലെ തന്നെയാണ്. ഈ മറ്റൊരു കാര്യം, ആനയൂട്ടിന് തലേന്നാണ് ഈ ആമയൂട്ട് നമ്മളെടുത്തത്. അതൊരു കോയിൻസിഡൻസ് കൂടിയാണ്. അങ്ങനെ നമ്മുടെ മറ്റ് പല ജീവികളും ഭക്ഷണം കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആമ ഇങ്ങനെ വന്ന് ഇഡ്ഡലിയും ദോശയും വടയും ഒക്കെ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ക്യാമറമാനും സുജി വട്ടാമ്പി ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു ദൃശ്യം പകർത്തുന്നതും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. സുജി അത് പറയുകയുണ്ടായി, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വിഷ്വൽ എടുക്കുന്നത്. പല വിഷ്വൽ എടുത്തിട്ടുണ്ട്, പല ജീവികളും ഭക്ഷണം കഴിക്കുന്നത് എടുത്തിട്ടുണ്ട്. പക്ഷെ ആമ ഭക്ഷണം കഴിക്കുന്നത് ഇനി എൻ്റെ ജീവിതത്തിൽ എടുക്കാൻ പറ്റുമോ അറിയില്ല. പക്ഷെ എന്തായാലും ഇത് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്. അതുപോലെ തന്നെ പല കൗതുകങ്ങളും നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മ്ലാവിനൊക്കെ അതിരപ്പള്ളി ഭാഗത്ത് സ്ഥിരമായി ഭക്ഷണം കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും ഈ ആമ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പലരും കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അതാണ് നമുക്ക് എന്തായാലും കാണാൻ പറ്റിയത്. വലിയൊരു കാര്യം തന്നെയാണ് നഗരത്തിന്റെ ഒത്ത നടുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അതെ, ആമ ഉഴുന്നോട കഴിക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതെ, ദോശയോ ഇഡ്ഡലിയോ ഒക്കെ കഴിക്കുന്നത്. ഇപ്പോൾ ആമ എന്ന് പറയുന്ന ജീവിയെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക അഭിലാഷ്. ഇത്രയും വലിയ തോട്, അതുപോലെ തന്നെ ഇതിന്റെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അതിനപ്പുറം ഈ ഷെല്ലിനുള്ളിൽ ജീവിക്കുന്ന മനുഷ്യന്റെയോ മറ്റ് ശത്രുക്കളുടെയോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിൽ ഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തല ഉള്ളിലേക്ക് വലിഞ്ഞ് കാലും വലിഞ്ഞ് ഇങ്ങനെ വളരെ സുരക്ഷിതമായിട്ട് ജീവിക്കുന്ന, അല്ലെ അങ്ങനെ ലോകവുമായിട്ട് ഒരുപക്ഷെ അകന്ന് കഴിയാൻ ഷെൽ എന്ന് പറയുന്നതിനകത്ത് ജീവിക്കുന്ന ഒരു ജീവി. നമ്മുടെ ഭാഷയിൽ തന്നെ ആമയുമായി ബന്ധപ്പെട്ട എന്തുമാത്രം പ്രയോഗങ്ങളും ഉണ്ട്. അതെ, അങ്ങനെയുള്ള ഒരു ജീവി മനുഷ്യനുമായിട്ട് ചങ്ങാത്തം ഉണ്ടാക്കിയതിന്റെ അപൂർവത്തിൽ അപൂർവമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ വർഷം മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിൽ അപൂർവ സുന്ദര കാഴ്ച എന്ന് പറയാം.